വയനാട് കൽപ്പറ്റ മണിയങ്കോട് റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഓടമ്പൊയിൽ ആദിവാസി ഉന്നതി, നടവയൽ, നരസിപ്പുഴ ആദിവാസി ഉന്നതി എന്നിവിടങ്ങളിലും വെള്ളം കയറി. 13 കുടുംബങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ്. സമീപത്തെ പുഴയിൽ കുത്തൊഴുക്ക് ശക്തമായതോടെ പ്രളയഭീഷണിയിലാണ് പ്രദേശവാസികൾ. കൽപ്പറ്റ മണിയങ്കോട് റോഡും വെള്ളത്തിനടിയിലാണ്. കഴിഞ്ഞ ദിവസത്തെ മഴയെ തുടർന്ന് വൈത്തിരി, മാനന്തവാടി താലൂക്കുകളിലെ നിരവധി താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായിരുന്നു. മണിയങ്കോട് നിന്ന് ദീപക് മോഹൻ വയനാട്ടിൽ നിന്നും തത്സമയം ചേരുന്നു. ദീപക്, വെരി ഗുഡ് മോർണിംഗ് ദീപക്. എന്താണ് വയനാട്ടിലെ പൊതുവെയുള്ള അവസ്ഥ? ഇന്നലെ രാത്രി കാര്യമായ മഴ പെയ്തില്ല എന്ന് തോന്നുന്നു. രാവിലെ മാനം ഒന്ന് തെളിഞ്ഞു നിൽക്കുകയാണോ മോഹൻ? ദീപക്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇന്നലെ രാത്രി മഴ അല്പം മാറി നിന്നു എന്നുള്ളത് വലിയൊരു ആശ്വാസകരമായ കാര്യമാണ്. കാരണം രാവിലെ മുതൽ തന്നെ കനത്ത മഴയായിരുന്നു. എന്നാൽ വൈകിട്ട് സന്ധ്യയ്ക്ക് ശേഷം മഴ പ്രത്യേകിച്ച് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ, വൈത്തിരി, മാനന്തവാടി താലൂക്കുകളുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ അത്ര കനത്ത മഴയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഭാഗങ്ങളിലൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റ മണിയങ്കോടിനടുത്തുള്ള ഓടമ്പൊയിൽ എന്ന ആദിവാസി ഉന്നതിയാണ്. 13 വീടുകളുള്ള ഈ ആദിവാസി ഉന്നതിയുടെ ദൃശ്യങ്ങളാണ്. ഇവരുടെ വീടിന് മുൻഭാഗത്തേക്കൊക്കെ തന്നെ വെള്ളം എത്തിക്കഴിഞ്ഞു. വീടിൻ്റെ പടികളിലേക്കൊക്കെ വെള്ളം എത്തിയ ദൃശ്യങ്ങൾ കാണാം. ഇവരുടെ ഈ ഉന്നതിക്ക് 3 ഭാഗവും പുഴയാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. പക്ഷേ വേനൽക്കാലത്ത് വലിയ ഭീഷണി ഇല്ലാത്ത സ്ഥലമാണ്. മഴ പെയ്ത് വെള്ളമായി കഴിഞ്ഞാൽ ഈ ഉന്നതിയുടെ ചുറ്റുഭാഗവും വെള്ളം വന്ന് നിറഞ്ഞ് ഒഴുകുന്നൊരു സാഹചര്യമുണ്ട്. എതിർഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഭാഗത്തുള്ള ദൃശ്യങ്ങൾ കാണാം. അതാണ് യഥാർത്ഥത്തിൽ പുഴ. ആ പുഴയുടെ ഇതുവഴിയാണ് ഇവർ ഉന്നതിയിൽ നിന്ന് പുറത്തേക്ക് റോഡിലേക്ക് പോകുന്ന സ്ഥലം. ആ ഭാഗത്ത് കാണുന്ന കുത്തൊഴുക്കുള്ള സ്ഥലം കാണാം. അതാണ് പുഴ. ആ പുഴയുമായി ചേർന്ന് കഴിഞ്ഞ് ഇവരുടെ ഈ ഉന്നതിയുടെ ചുറ്റുഭാഗവും വെള്ളം വന്ന് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ ജനപ്രതിനിധിയായ വാർഡ് മെമ്പർക്ക് ഈ മേഖലയിലേക്ക് എത്തിയിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഉന്നതിയിലുള്ള ആളുകൾ പറയുന്നത്. ഇവരുടെ വീടിന് മുൻഭാഗത്തേക്കൊക്കെ വെള്ളം എത്തിയിരിക്കുന്നു. വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ ഭാഗത്തൊക്കെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് ദൃശ്യങ്ങൾ പാൻ ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും എത്രത്തോളം ഒഴുക്കാണ് ഇവരുടെ ഉന്നതിക്ക്, ഇവരുടെ വീടുകൾക്ക് മുൻപിലൂടെ ഒഴുകുന്നത് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും. ആ ഭാഗത്തേക്കും വീടുകളുണ്ട്. അങ്ങനെയുള്ള 13 വീടുകൾ ഇപ്പോൾ നമുക്ക് എതിർഭാഗത്തെ ദൃശ്യങ്ങളിൽ കാണാം. ഒരു പ്രായമായൊരു മുത്തശ്ശി ഒരു പിഞ്ചു കുഞ്ഞിനെയുമൊക്കെ ആയി അവിടെ നിന്ന് നടന്നു വരുന്ന ദൃശ്യങ്ങൾ കാണാം. ഇത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ട് ഇവിടെയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും വെള്ളപ്പൊക്കത്തിനൊരു ഭീഷണിയുണ്ട്. ഈ ഭാഗത്തൊരു മതിലോ അല്ലെങ്കിൽ ഒരു സംരക്ഷണ ഭിത്തിയോ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ഒരു ഭീഷണി ഒഴിവാകുമെന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, എന്തായാലും ചെറിയ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുണ്ട് ഇതിൽ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറേ എല്ലാവരോടും താല്പര്യപ്പെട്ടിട്ടും കുറേ സംഘത്തിൽ കൂടിയിട്ടും എല്ലാം അറിഞ്ഞിട്ടും ഇതൊന്നും ഒരു താല്പര്യം ആർക്കും ഒരു ഇതെടുക്കാൻ പറ്റില്ല. ഇലക്ഷൻ മാത്രം എല്ലാവരും വന്ന് പറയും അത് ചെയ്താൽ ഇത് ചെയ്താൽ പറഞ്ഞു. താമസിക്കാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാറി താമസിക്കാൻ വെച്ചാൽ കുറേ സ്ഥലം കണ്ടുപിടിക്ക് വീട് കെട്ടിത്തരാന്ന് പറഞ്ഞു. ഇതുവരെയായിട്ടും അതിൻ്റെ ഒരു സമ്പൂർണ്ണ ആരും നടത്തുകയായില്ല. അരുൺകുമാർ, അവർ പറയുന്നത് നേരത്തെ തന്നെ ഈ പുഴയുമായി അതിർത്തി പങ്കിടുന്ന ഇവരുടെ ഉന്നതിക്ക് സമീപത്ത് ഒരു സംരക്ഷണ ഭിത്തി പോലെ കെട്ടുകയാണെങ്കിൽ ഇത്തരത്തിൽ സാധാരണക്കാരായ മനുഷ്യരല്ലേ, പക്ഷെ അവര് പ്രതിഷേധിക്കാനും സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി സമരം ചെയ്യാനും ഒന്നും പോകത്തില്ലല്ലോ. അവരുടെ ശബ്ദം ആര് കേൾക്കാൻ, അവർക്ക് വേണ്ടി ആര് ശബ്ദമുയർത്താൻ. ഇതാണ് അവസ്ഥ. എന്തെങ്കിലും അപകടം ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും കൂടി വരും. ചില വാഗ്ദാനങ്ങളൊക്കെ നൽകും. പിന്നെ വാഗ്ദാനങ്ങൾ കട്ടപ്പുക, അത്രയേ ഉള്ളൂ.